KSU ദക്ഷിണ മേഖലാ ക്യാമ്പിലെ കൂട്ടത്തല്ലിൽ റിപ്പോർട്ട് തേടി KPCC ഇന്ന് വൈകിട്ട് തന്നെ റിപ്പോർട്ട് നൽകാൻ 3 അംഗ സമിതിയെ നിയോഗിച്ചു. സംഘർഷവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വീഡിയോ നിഷേധിച്ച് KSU അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ രംഗത്തെത്തി. ഒന്നോ രണ്ടോ പേരുടെ ചെറിയ തർക്കം പർവ്വതീകരിച്ചു കാണിച്ചുവെന്നും അലോഷ്യസ് സേവ്യർ വിമർശിച്ചു. ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ക്ലിപ്പിംഗ്സ് ഈ ക്യാമ്പിൽ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇവിടെ നടന്ന ക്യാമ്പിൽ നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഏതെങ്കിലും ഭാരവാഹികൾ ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് ഔദ്യോഗികമായി അത്തരത്തിലുള്ള ഒരു വീഡിയോ ക്ലിപ്പിംഗ്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് കിട്ടുക? ചില മാധ്യമങ്ങളുടെ അജണ്ടകൾക്ക് വേണ്ടി ഇവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന കൈരളി എന്ന് പറയുന്ന ചാനലിൽ ഉൾപ്പെടെ കാണിക്കുന്ന പല ദൃശ്യങ്ങളും അത് ഏത് ദിവസം ഇവിടെ നടന്നതാണ് അല്ലെങ്കിൽ എന്താണെന്നതിനെ പറ്റി ഒരു പഠനം പോലും അല്ലെങ്കിൽ അതിന്റെ ഒരു നിജസ്ഥിതി എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ആ അജണ്ടകളെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന വിഷയങ്ങളെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. നിങ്ങളെല്ലാം അകത്ത് കയറിയതാണല്ലോ. അച്ചടക്കരഹിതമായിട്ട് ഇവിടെ വിദ്യാർത്ഥികൾ ഇരിക്കുന്ന കാണുന്നുണ്ടോ? KSU ക്യാമ്പിലെ സംഘർഷത്തിൽ ശക്തമായ തിരുത്തൽ നടപടികൾ ഉണ്ടാകുമെന്ന് KPCC ജനറൽ സെക്രട്ടറി MM നസീർ. പ്രാദേശിക ഗ്രൂപ്പുകൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയാണ് സംഘർഷത്തിന് കാരണമെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാക്കുന്നത്. സംഭവത്തിൽ KPCC അധ്യക്ഷന് ധാരാളം പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും MM നസീർ പറഞ്ഞു. KSUവിൻ്റെ ചില പ്രാദേശികമായ വാട്സപ്പ് ഗ്രൂപ്പുകൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ അത് ഈ ക്യാമ്പിൽ ഇന്നലെ ചില ഗ്രൂപ്പുകളായിട്ടുള്ള ചെറിയ സംഘർഷങ്ങൾ ഉണ്ടായി എന്നുള്ളത് പ്രാഥമികമായി അന്വേഷണത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. സംഘടനയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശക്തമായ തിരുത്തൽ നടപടികൾ ഉണ്ടാകും. വിവരങ്ങളുമായി സലീം മാലിക് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ഈ അലോഷ്യസ് സേവ്യർ പറഞ്ഞതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണല്ലോ ഇപ്പോൾ ഈ KPCC ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അലോഷ്യസ് പറയുന്നത് ഇത് അവിടെ നടന്നതാണോ എന്ന് പോലും ഉറപ്പില്ല എന്നാണ്. പക്ഷേ ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും അതിൽ നടപടി ഉണ്ടാകുമെന്നാണല്ലോ പറയുന്നത്. മാത്രമല്ല, വൈകുന്നേരത്തിനകം ഒരു റിപ്പോർട്ട്, ഇപ്പോൾ 4:30 ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മുന്നോട്ട് പോക്കുണ്ടായിട്ടുണ്ടോ? ക്രിസ്റ്റീന, നിലവിൽ ഈ 3 അംഗ സമിതി, KPCC നിയോഗിച്ച 3 അംഗ സമിതി ഇന്ന് രാത്രിയോടുകൂടി തന്നെ, ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സമിതിയിൽപ്പെട്ട 2 പേർ, AK ശശിയും ഒപ്പം തന്നെ MM നസീറും ഈ ക്യാമ്പ് നടക്കുന്ന സ്ഥലത്ത് തന്നെ എത്തി നേതാക്കളെയും ആ ക്യാമ്പിൽ പങ്കെടുത്തവരെയും നേരിൽ കണ്ട് വിവരങ്ങൾ ശേഖരിക്കുകയാണ്. അതിനുശേഷം KPCC അധ്യക്ഷൻ ഈ റിപ്പോർട്ട് കൈമാറാനാണ് നീക്കം. എന്തായാലും ഈ വിഷയത്തിൽ നിലവിൽ അലോഷ്യസ് സേവ്യർ, KSU സംസ്ഥാന അധ്യക്ഷൻ നടത്തിയ ഒരു ന്യായീകരണം അത് അത്ര സുഖകരമല്ല എന്ന് മാത്രമല്ല അതൊരു പരിഹാസ്യവുമാണ്. കാരണം അതിന്റെ ഈ വീഡിയോ ഇവിടെ അല്ല എന്നൊക്കെയാണ് അലോഷ്യസ് സേവ്യർ പറയുന്നത്. അത് വീഡിയോ പിന്നീട് എവിടെ നിന്ന് വന്നു എന്ന് പറഞ്ഞപ്പോൾ അത് മാധ്യമങ്ങൾ തെളിയിക്കൂ എന്നുള്ളതായിരുന്നു മറുപടി. മാത്രമല്ല അത്തരത്തിലൊരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഒരു ചെറിയ പ്രശ്നം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു കോളേജിലെ വാട്സാപ്പ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഒരു തർക്കം, അത് ചെറിയ വാക്കേറ്റത്തിലേക്കും പിടിച്ചുതള്ളിലേക്കും മാത്രം എത്തി എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ രക്തത്തുള്ളികൾ ഉൾപ്പെടെ അവിടെ ഈ തറയിൽ വീണ് കിടക്കുന്നതിൻ്റെ ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണിച്ചതാണ്. ആ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ പരിശോധിക്കുക, അത് അവിടെ നിന്നുള്ളതല്ല. ഒരാളും ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിട്ടില്ല എന്നൊക്കെ അലോഷ്യസ് സേവ്യർ പറയുന്നുണ്ട്. പക്ഷേ 2 പേർ ആശുപത്രിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ പോലീസിൽ പരാതി നൽകിയിട്ടില്ല എന്നുള്ളത് മാത്രമാണ് വസ്തുത. എന്തായാലും ഈ ക്യാമ്പ് 3 ദിവസം നടക്കേണ്ടിയിരുന്ന ക്യാമ്പ് വളരെ വേഗത്തിൽ വെട്ടിച്ചുരുക്കി അത് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ തീർത്തു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. അത് KPCCയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ന് രാത്രിയോടുകൂടി മാത്രം സമാപിക്കേണ്ടിയിരുന്ന ക്യാമ്പ് നേരത്തെ അവസാനിപ്പിച്ചത്. അതേസമയം ഇതിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ടുള്ള ഗ്രൂപ്പ് വിഷയങ്ങളുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ആ നിലയിലുള്ള ചില സൂചനകൾ കൂടി ലഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ അത് ക്യാമ്പിനുള്ളിലേക്ക് മദ്യം എത്തിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്നുള്ളതായിരുന്നു പുറത്തു വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് ഒരു ഗ്രൂപ്പ് സ്വഭാവത്തിലേക്ക് കൂടി മാറുകയാണ്. ഈ ഒരു ഗ്രൂപ്പിലെ ചില വിഭാഗം ഈ ക്യാമ്പ് അലങ്കോലപ്പെടുത്താനായി മനഃപൂർവ്വമായി ക്യാമ്പിനുള്ളിലേക്ക് കയറുകയും അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അതിന് കാരണം ഈ പ്രശ്നങ്ങൾ ആദ്യം തുടങ്ങുന്നത് നെയ്യാർ ഡാമിലെ ഈ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുറത്ത് വെച്ച് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അതേ സമയത്ത് തന്നെ ഈ നാടൻപാട്ടുമായി വെച്ച് നൃത്തം ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തകർക്കിടയിലേക്ക് കൂടി മറ്റൊരു സംഘർഷം കൂടി ഉണ്ടാവുകയായിരുന്നു. അങ്ങനെ ഒരേ സമയം 2 സംഘർഷം ഉണ്ടാവുകയും അത് പിന്നീട് ആ ക്യാമ്പ് നടക്കുന്ന സ്ഥലത്തേക്ക് വ്യാപിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഗ്രൂപ്പിന്റെ പ്രശ്നങ്ങൾ ഇതിലുണ്ടോ എന്നുള്ളത് കൂടി അറിയേണ്ടിയിരിക്കുന്നു. കാരണം KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ ഈ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നില്ല. KPCC അധ്യക്ഷനെ ആദ്യ ദിവസം പങ്കെടുക്കുമെന്ന് വാർത്താക്കുറിപ്പ് ഉണ്ടായിരുന്നെങ്കിലും ആ ദിവസം അദ്ദേഹം തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു താനും. എന്നിട്ടും ഈ ക്യാമ്പിലേക്ക് പോയിരുന്നില്ല. പകരം പ്രതിപക്ഷ നേതാവ് VD സതീശനും പിറ്റേ ദിവസം UDF കൺവീനർ MM ഹസനും ഒക്കെ മാത്രമാണ് ഈ ക്യാമ്പിൽ പങ്കെടുത്തത്. ആ നിലയിൽ ചില രാഷ്ട്രീയം കൂടി, ഈ പാർട്ടിക്കകത്തെ രാഷ്ട്രീയം കൂടി ഈ വിഷയത്തിന് പിന്നിൽ ഉണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിശദമായ റിപ്പോർട്ട് KPCC നൽകുമ്പോൾ പ്രതീക്ഷിക്കാം.
എന്തായാലും വലിയ ആവേശത്തോടു കൂടി ഈ ക്യാമ്പസ് ജോഡോ എന്ന പേരിൽ KSU നടത്തിയ ഒരു പരിപാടിക്ക് ശേഷം ആ പരിപാടിക്ക് പിന്നാലെ വിവിധ കോളേജുകളിൽ ഉൾപ്പെടെ കഴിഞ്ഞ തവണ KSU വിജയിക്കുന്നത് കണ്ടതാണ്. അതിനുശേഷം ഇത്തവണ വീണ്ടും കൂടുതൽ സജീവമാവാനായി KSU നടത്തിയ ക്യാമ്പാണ്. അത് 3 സ്ഥലങ്ങളിലായി മേഖലാ ക്യാമ്പുകളായി തിരിച്ച് നടത്താൻ തീരുമാനിച്ച ക്യാമ്പാണ്. ആ ക്യാമ്പിന്റെ ആദ്യ പടിയൊന്നോണമാണ് തെക്കൻ മേഖലാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ആ തെക്കൻ മേഖലാ ക്യാമ്പിന്റെ നിറം പൂർണ്ണമായും കെടുകയും ഇനി അടുത്ത 2 ക്യാമ്പുകൾ എങ്ങനെ ഉണ്ടാകും എന്ന് പോലും അറിയാത്തൊരു ചോദ്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുന്ന നിലയിലാണ് ഇപ്പോൾ ഈ ക്യാമ്പിൽ നടന്ന സംഭവങ്ങൾ. ക്രിസ്റ്റീന. ശരി, സലീം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.